ഹായ്, എന്താ പാടെ? സുഖല്ലേ? പണ്ടിലെ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തറിയോ? ചില ആളുകളുടെ ജീവിത കഥകളും അവരുടെ സങ്കടങ്ങളും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണറിയാതെ നനഞ്ഞു പോകും. കാരണം നമ്മളതത്ര മനസ്സിലേക്ക് അത്ര ആഴത്തിലിറങ്ങും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഒരു പെൺകുട്ടി എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടി തന്നെ ഇട്ട ഒരു പോസ്റ്റാണ്. എന്താണെന്ന് അറിയില്ലേ? ഇന്നലെ ഇപ്പോൾ റബീഉൽ അവ്വലല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകൾ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രയാസം ഓൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഈ പെണ്ണ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മയത്ത് നിന്നാൽ പോലും നനയില്ല. അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. എന്താ സംഭവം എന്നല്ലേ? ഇന്നലെ ജസ്ന കുറിനേട്ടന് ഒരു പോസ്റ്റ് ഇട്ടിരിക്കണം. പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. എന്തിനാ എന്നെയും കുട്ടികളെയും ഒരു പിടി ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയത്? ഭക്ഷണം തരുന്നത് മതം നോക്കിയാണോ? ഇതാണ് ടൈറ്റൽ. നനയുന്നുണ്ടോ കണ്ണ്? ഓലൊക്കെ കണ്ണ് നനയുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടിയും കേൾക്കാം. അപ്പം ശരിക്കാണ് നനഞ്ഞോളൂ. ഇതാ, ഓണാശംസകൾ പറയണോ നബിദിന ആശംസകൾ പറയണോ എന്ന് എനിക്കറിയില്ല. രണ്ടു പറഞ്ഞാലും എയറിൽ ഞാൻ കയറും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ രണ്ടും അങ്ങ് പറഞ്ഞേക്കാം. എല്ലാവർക്കും നബിദിനത്തിന്റെയും ഓണത്തിന്റെയും ആശംസകൾ നേരുന്നു. അപ്പം നബിദിനായിട്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. കേട്ടില്ല നിങ്ങളെ? എന്താണെന്നറിയും, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോലെ എനിക്കും തരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കിട്ടുന്നില്ല. എന്ത് പറ്റി? എന്താണ് ഇങ്ങനെ മതമൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്? മതം നോക്കി ഭക്ഷണം കൊടുക്കുകയാണ്, മതം നോക്കാത്ത ഭക്ഷണം കൊടുക്കുകയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഏത് മതത്തിലാണ് നിൽക്കുന്നത്? ഏത് മതത്തിൽ നിന്നാലും പ്രശ്നമല്ല ഇവിടെ ആർക്കും. പക്ഷേ ഈ സീസൺ അനുസരിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, മുസ്ലിങ്ങൾ, നീ ഒരുപാട് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിനക്കെതിരെ സംസാരിച്ച ആളുകൾ കുറേ കേസ് കൊടുത്തിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്ലാമല്ല, നിങ്ങൾക്ക് എന്തിന്? ഞാൻ മുസ്ലിം അല്ല, എനിക്ക് സ്വർഗത്ത് പോണ്ടടോ, എനിക്ക് സ്വർഗത്ത് പോണ്ട, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞാനല്ലേ എന്ന് ചോദിച്ചിരുന്ന ആള് ഇപ്പം എന്തിനാ ഇപ്പം നബിദിനത്തിന് ചോറും പായസവും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊരു കോണ്ടന്റ് ആക്കി ഇട്ടിരിക്കണത്? എവിടെ എറിയണം, എങ്ങനെ എറിയണം, എപ്പോൾ ഇറക്കണം വീഡിയോ എന്നുള്ളത് നല്ല വ്യക്തമായ ബോധ്യം ജസ്ന നിൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇപ്പം ഇവിടെ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 വർഷം മുമ്പ് നിനക്ക് കിട്ടൽ നിന്നിക്കണമെന്ന് നീ തന്നെ ഇപ്പം ഈ വീഡിയോ പറഞ്ഞു അല്ലേ? ഒരു 3-4 വർഷം മുമ്പ് വരെ എനിക്ക് കിട്ടിയിരുന്നു എന്ന്. എന്നിട്ട് ഇപ്പം കഴിഞ്ഞ 3 കൊല്ലമായിട്ടും ഇപ്പം ഇതന്നെയല്ലേ പറഞ്ഞത്? ഇപ്പം ഈ കൊല്ലം ഇതന്നെയല്ലേ പറയണേ? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരിക? ഇജ്ജ് മഹലിന് എന്തെങ്കിലും കൊടുക്കണ്ടോ? എല്ലാ പള്ളികളിലും മദ്രസകളിലും എല്ലാവരും മഹലിൽക്ക് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യും. അതായത് ഇപ്പോൾ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ അമ്പലം കാര്യം അതിൻ്റെ കമ്മിറ്റിക്കാരും ജനങ്ങളും ഒക്കെയാണ് ആ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് അവർ സംരക്ഷിക്കുക. മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനൊരു പള്ളി മഹല്ലേരുണ്ടാവും, മദ്രസ ഉസ്താദുമാരുണ്ടാവും, അതിൻ്റെ സംഘാടകരുണ്ടാവും. ഈ ആളുകളൊക്കെ പാടെ കൂടിയിട്ട് പിരിവെടുത്തിട്ടും അല്ലാതെയും ഇത് സംരക്ഷിച്ച് പോകണം. ഈ ഇത് ഒന്നിലും പെടാതെ സീസൺ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചാടി കളിച്ചിട്ട് അനക്കിപ്പോൾ അവിടുന്ന് ചോറും കഞ്ഞിയും കിട്ടിയില്ല എന്നുള്ളതാ പരാതി. അതല്ലേ പല പരാതി. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? ബാക്കിയും കൂടി നമുക്കതൊന്ന് കേൾക്കാം. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇപ്പം അറിഞ്ഞതോണം നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ്, എവിടെ പെരുന്നാൾക്കൊക്കെ വലിയ പെരുന്നാളിനൊക്കെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇനിയിപ്പം ചെറിയ പെരുന്നാൾ നോമ്പിൻ്റെ സമയത്താണെങ്കിലും ചിലരുടെയൊക്കെ വകയായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായി. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങളെ മറന്നുപോയതായിരിക്കാം. മേ ബി ഇനി എന്തോ ഏതോ എനിക്കറിയില്ല. കേട്ടില്ല നിങ്ങളെ? ഇപ്പൊ എന്തോ ഏതോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ വിവരം ആരും പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എന്തൊക്കെ സംഭവിച്ചിരിക്കണോ? പക്ഷേ ആരും വിവരം അറിയിച്ചിട്ടില്ല.
അത് വളരെ മോശമായി. പള്ളി കമ്മിറ്റിക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തെങ്കിലും ഒരു വിവരമെങ്കിലും കൊടുക്കണ്ടേ? ഒരു ഇത്രയും ദീനിയായി ജീവിക്കുന്ന ഒരു കുട്ടിയെ പള്ളി കമ്മിറ്റിക്കാർ മെയിൻ ചെയ്യണില്ല, മഹല്ല് കമ്മിറ്റിക്കാർ മെയിൻ ചെയ്യണില്ല. എല്ലാ മൂന്ന് കൊല്ലം വരെ കിറ്റ് കൊടുത്തിരുന്നു, അത് കിട്ടിയിരുന്നു. ഇപ്പം എന്തോ കിട്ടുന്നില്ല, മറന്നതാ തോന്നുന്നു പള്ളി കമ്മിറ്റിക്കാർ. എങ്ങനെ ഈ സീസൺ നോക്കിയിട്ട് അമ്പലങ്ങൾ കൂടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളും കേസുകളും കൂട്ടമായിട്ട് നടക്കണ ഇവൾക്ക് പള്ളിക്കൊന്ന് കിറ്റ് കിട്ടിയില്ല എന്നപ്പോൾ പരാതി. അങ്ങോട്ട് ചെല്ലേ ഒരു നേരെ കിറ്റ് തരും. ഇതിപ്പോൾ കിറ്റ് കിട്ടാത്തതിനോ അല്ലെ കിറ്റിന് വേണ്ടിയിട്ടോ അല്ല, ഇത് കേൾക്കുന്ന ഒരു സംഖ്യയില്ലേ, ആ സംഖ്യ അവേ അച്ചമ്പാനേ അതിനാരും നോക്കാനല്ല, എന്നാൽ 4 ഫോട്ടോ കൊണ്ട് വാങ്ങാം. ഇതാണിപ്പോൾ ഓള് സ്വയം വിചാരിക്കണത്. പക്ഷെ സംഖ്യക്കുണ്ടോ ഇതൊക്കെ? സംഖ്യകളെന്നെ എടുത്ത് പുറത്ത് കിട്ടുക പറ്റുന്നത്. അതായത് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല എന്നുള്ള അവസ്ഥയിൽ അപ്പോൾ ഓള് നിൽക്കണം. എന്നിട്ട് ഓള് പറയാണ് എന്താണെന്നറിയില്ല, പള്ളി കമ്മിറ്റിക്കാരൊന്നും പഴയ ഒരു ലോഗിയോ ഇല്ല, മെയിൻറ്റും ഇല്ലാന്ന്. ഈ മുടിയുമ്പോൾ 24 കളറും അടിച്ചിട്ട് ഓളിങ്ങനെ ഡാൻസും പാട്ടും ഈ കുരുനേട്ടൻ്റെ പിന്നാലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് മൂല്യന്മാരെ തെറി പറയാൻ പറ്റിച്ച് മൂല്യന്മാരെ, കാളിയരെ പറയാൻ പറ്റിച്ച് കാളിയരെ. ഇവരൊക്കെ ആ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇടും. എന്ത്, ഞാൻ നരകത്ത് പൊക്കോട്ടെ, നിങ്ങൾക്കെന്താ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനിടപെടണം, എന്തിന് എന്നെ ഉപദേശിക്കണം, ഞാൻ നരകത്ത് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഓൾക്ക് ഉസ്താദും വേണ്ട, പള്ളിയും വേണ്ട, പള്ളിക്കാരും വേണ്ട, കൂട്ടരും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ കിറ്റ് കിട്ടിയില്ല, അതിനോളെ കൂട്ടിയില്ല എന്നുള്ളതാണ്. എന്തർഹതില്ല ഓളെ കൂട്ടുക? ഏത് മതത്തിലാണ് നിൽക്കുന്നത്? അതല്ലെങ്കിൽ എല്ലാ മഹലിലും മാസത്തിലൊരു വരിസംഖ്യ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട്. എങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ആ സംഖ്യ വെച്ചിട്ടാണ് അവിടുത്തെ ആ മഹലിലെ ആ പള്ളിയിലായാലും മദ്രസയിലായാലും ആ മൂല്യന്മാരുടെ ആയാലും ഒക്കെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇതൊന്നും ഓൾക്ക് 11 മാസം അറിയണ്ട. ഈ 12ാമത്തെ മാസം റബീഉൽ അവ്വൽ വന്നപ്പോൾ ആ ഒരു മാസം എന്നെ ഒഴിവാക്കിയെന്ന് ഇച്ചെന്നെ അറിയില്ല. ഒന്ന് ചോദിച്ചു നോക്കണം, എന്തേ അവനെ ഒഴിവാക്കിയെന്നുള്ളത് അറിയില്ല എന്നുള്ളത്. കാരണം മുസ്ലിങ്ങളെ ഇത്രയും പച്ചറച്ച് തിന്നണ വേറെ ഒരാളില്ല. വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഐറ്റാണ് ഇവർ. അതായത് ഒരു ലക്ഷ്യമല്ല, അതായത് ഇന്ന് ഇവിടെ പറയും, നാളെ അപ്പുറത്ത് പറയും. അതാണ്, അതായത് കുറച്ചു കാലം സംഘികളെ പറയും, കുറച്ചു കാലം മുസ്ലിങ്ങളെ പറയും. പക്ഷെ സംഘികളെ പറയുമ്പോൾ ഒരു മയം ഉണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, നല്ല പേടിയുണ്ട്. മുസ്ലിങ്ങളെ പറയുന്ന മാതിരിയല്ല, ഓല് എടുത്തിട്ട് അലക്കും സംഘികളെ. അതുകൊണ്ട് സംഘികളെ കുറച്ച് പേടിച്ചിട്ടേ പറയുള്ളൂ. സംഘികളെ പറയുമ്പോൾ കരച്ചിലും വിങ്ങലൊക്കെ ഉണ്ടാവും. പക്ഷെ മുസ്ലിങ്ങളെ പറയുമ്പോൾ ഓൾക്ക് ആ കരച്ചിലും വിങ്ങലും വരില്ല. അതെന്താ വെച്ചാൽ സംഘികളെ പറയണേ എന്തിനാടോ എന്തിനാ ഇങ്ങനെ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പൊറോട്ട നാടകം കൊണ്ടാണ് ഓള് വരല്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വാക്യം കൂടി ഒന്ന് കേൾക്കാം. എന്തോ ഏതോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഒരു പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും ഒരു നബിദിനത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാ വീട്ടിലും കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും തരാറില്ല. ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ചോറും കൊണ്ട് പോകുന്ന, നമുക്ക് എൻ്റെ മോനൊക്കെ പള്ളിയിൽ പോയാൽ ഒരിക്കലും മദ്രസയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ പള്ളിയിൽ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് എൻ്റെ മകനെ ഞാൻ ഇവിടെ പള്ളിയിൽ പറഞ്ഞേക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ കേട്ടോ നിങ്ങളെ, അതായത് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മകനെ ഇവിടെ പറഞ്ഞേക്കാറില്ല കേട്ടോ, പള്ളിക്കും മദ്രസക്കൊന്നും. അതുപോലെ പിന്നെ വാപ്പ പോകാറുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഇവളെന്തായാലും പള്ളിക്ക് കയറൂല. എന്നിട്ടും കിറ്റ് കൊടുത്തില്ല. എന്ത് മനുഷ്യന്മാരാടോ നിങ്ങൾ, എന്ത് പള്ളി കമ്മിറ്റിക്കാരങ്ങൾ. കേൾക്കണം, ഈ പള്ളിയായിട്ടോ അല്ലെങ്കിൽ മദ്രസയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളായിട്ടോ ഏതെങ്കിലും തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇവിടെ ഏത് മതത്തിലാണ് ജീവിക്കണമെന്ന് ഓലിക്കൊരു ധാരണ വരുള്ളൂ. ഇതൊന്നുമില്ല. ഓളിപ്പോൾ റബീഉൽ അവ്വലിന് കിറ്റ് കിട്ടിയില്ല എന്നുള്ള പരാതി പറയാൻ വന്നതാ. എന്തായാലും ബാക്കി കേൾക്കും. കേൾക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഹാപ്പി ഓണം. ലാമി ഇന്ന് നബിദിനവും കൂടിയായിരുന്നടാ, അതാ പറയുന്നത്. അപ്പം വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം ഉമ്മയും എത്താത്തയൊക്കെ ഏട്ടത്തിയൊക്കെ വിളിച്ച സമയത്ത് ഏട്ടത്തി പറഞ്ഞു അവിടെ മഞ്ഞച്ചോറും കറിയാണ്, ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും ബീഫ് ആണ്. ഈ ഞങ്ങളുടെ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും
ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നില്ല. സ്വാഭാവികം, കുഴപ്പമില്ല. നിങ്ങൾ 2 ഫോട്ടോ വാങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് തന്നില്ല. ഞാൻ മറ്റൊരു പറഞ്ഞിട്ടുള്ളൂ മഞ്ഞച്ചോറാണെന്ന്, ഇവിടെ വെള്ളച്ചോറാന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് തന്നില്ല. സാറില്ല, നിങ്ങളിതിനെന്ത് ചെയ്യണം? ഒരു 22,999 രൂപ കൊടുത്തിട്ട് ആ ഫോട്ടോ ഒന്നും വാങ്ങണം. അത്രയും ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. ഞങ്ങളെ അങ്ങനെ സഹായിച്ചാൽ മതി. കാരണം ഞാൻ ഒരു മുസ്ലിമായി പോയില്ലേ. ഇതൊക്കെയാണ് പോൾക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ബാക്കിയും കൂടി ഞാൻ കേൾക്കാം. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രം വരച്ചതിന്റെ പേരിലാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങള് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞതിൻ്റെ അതിൽ ഭർത്താവിൻ്റെ ബ്രദറിന് പറഞ്ഞതിൻ്റെ അതിൽ കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിൽ പലരോടും ഞങ്ങളോട് മിണ്ടരുത് എന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വിലക്കിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. എന്നോട് വിരോധം കാണിച്ചാലും 2 കൊച്ചുമക്കളോട് വിരോധം കാണിക്കരുതായിരുന്നു എന്നെനിക്കൊരു നമ്മളെ വിഷമം പറയാട്ടോ. അപ്പോൾ നബിദിനത്തിനൊക്കെ എല്ലാ കുട്ടികളും റാലിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്തും എൻ്റെ മക്കൾക്ക് ഈ യോഗഭാഗ്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. ഒരുപാട് കേട്ടില്ല ഞങ്ങള് എല്ലാ മക്കളും, എല്ലാ മുസ്ലിം മക്കളും പിന്നെ ഇവിടെ കയറിയിട്ട് എന്താ പറയുക, മദ്രസയിൽ കയറിയിട്ട് ഇന്ന് റാലി പങ്കെടുത്തു, എല്ലാത്തിലും പങ്കെടുത്തു. എൻ്റെ മക്കൾക്ക് എന്തായാലും ആ വിധി ഇല്ലയെന്ന് നമ്മളൊക്കെ പാടെ കൂടിയിട്ടാണ് പിന്നെ ഓളെ മക്കളെ മുടക്കിക്കണമെന്നപ്പോൾ ഓള് പറയുന്നത്. അല്ലാതെ ഓള് ഈ ചെയ്ത് കൂട്ടിയതും ഈ കാണിച്ച ചെയ്ത്തൊന്നും അല്ല നമ്മളതിനൊക്കെ കാരണം. നിങ്ങളൊരു വീഡിയോ കണ്ടുക്കണോ? എന്ത് ഒരു ചേച്ചി, ഒരു ഹിന്ദുവായ ചേച്ചിനോട് ഒരു കുട്ടി പറയാണ്, എന്ത് ചേച്ചിയെ ഒരു തുണി തരുമോ, എൻ്റെ ഷൂ ഒന്ന് തുടക്കാനാണ്. ആ ചേച്ചി തുണി എടുത്ത് കൊടുക്കല്ല ചെയ്തത്. ഇങ്ങോട്ട് വാ മോനെന്നും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ ഷൂ തുടച്ചാണ് കൊടുത്തു. മനസ്സിലായോ? ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലേ? അതെന്താ അറിയോ? അതൊരു ഹിന്ദുവാണ്. മനസ്സിലായോ? അതായത് കപട ഹിന്ദുവോ അതല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ഹിന്ദു അല്ല, യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുവാണ്. അതിലുപരി നല്ലൊരു അച്ഛനും അമ്മയ്ക്കും പിറന്ന ഒരു കുടുംബിനി കൂടിയാണ്. അതിൻ്റെ ഗുണമാണ് അവിടെ കണ്ടത്. അല്ലെങ്കിൽ അത് നബിദിനാണ്, പിന്നെ മുസ്ലിങ്ങളുടെ പരിപാടിയാണ് എന്നൊന്നും അവർ ചിന്തിച്ചില്ലല്ലോ. ആ കുഞ്ഞു മക്കളുടെ കാലാണ് തുടച്ചു കൊടുത്ത്. ആലോചിച്ച് നോക്കണം. അതിലൊരു അമ്മയുണ്ട്. ഒരമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു മോളും കൂടിയാണെന്നുള്ളതാണ് അവിടെ തെളിയുന്നത്. ഇവിടെ മുസ്ലിമിൻ്റെ എന്താ ആഘോഷം നടന്നാലും ഹിന്ദുവിനല്ല പരാതി. ഇവിടെ പരാതി എക്സ് മുസ്ലിങ്ങൾക്കാണ്. ഇതിന്ന് പോകുന്നവർക്ക്. എന്നിട്ട് അതിൻ്റെയൊക്കെ കൂടെ ഫോട്ടോൻ്റെ കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ. ആദ്യം അവരെയൊക്കെ കണ്ടിട്ട് എന്താണ് മാതൃക, എന്താണ് മതം, എന്താണ് മനുഷ്യത്വം എന്നുള്ളതൊക്കെ ഒന്ന് പഠിക്കുക. അത് ഇനിയിപ്പോൾ എന്തായാലും ഇത് പഠിക്കൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ച് ജീവിച്ചാൽ നീ വെറും 0 ആണ്. നിൻ്റെ റീച്ചും നിൻ്റെ വ്യൂസും നിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ എന്താ പറയുക, മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടും പിന്നെ അല്ലാതെയും അവരെ തമ്മിലടിപ്പിക്കാനും അവർക്ക് ഇടയിൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, അതാണ് നിൻ്റെ ഉദ്ദേശം. അത് നീ നല്ല ഭംഗിയായിട്ട് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 4 വർഷം മുമ്പ് കിട്ടിയിട്ട് ഈ 3 വർഷം പറഞ്ഞില്ലേ അനക്ക് കിറ്റ് കിട്ടാത്ത കാര്യം അല്ലേ? എന്നിട്ട് 4ാമത്തെ വർഷം ഇവിടെ വന്ന് പറഞ്ഞില്ലേ. അതെന്താ അറിയോ? അനക്ക് കിറ്റല്ല പ്രശ്നം, അനക്ക് എൻ്റെ വ്യൂസാണ്, എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം, ഫേസ്ബുക്കിൻ്റെ വരുമാനമാണ് എൻ്റെ വിഷയം. അത് ഈ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ സംഘികളും അടുപ്പിക്കണില്ല, മുസ്ലിങ്ങളും അടുപ്പിക്കണില്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ആരാറിയോ? നമ്മുടെ അലി അക്ബറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടോ നിങ്ങൾ 2 ദിവസം മുമ്പ്? ഞാൻ എന്ന് സംഖ്യയായോ അന്ന് മുതൽ എന്നെ മനുഷ്യരായിട്ട് ആരും കൂട്ടിയിട്ടില്ല. ഉള്ള വരുമാനം നിന്നു ജനങ്ങൾക്കിടയിൽ അത്രയും ഞാൻ അധപ്പതിച്ചു പോയി. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളാരും സംഖ്യയാകരുത്. സംഖ്യയായ ആ മനുഷ്യൻ്റെ ലൈഫ് കഴിഞ്ഞു എന്ന് അലി അക്ബറാ പറഞ്ഞ്. ഇവളേക്കാൾ കൂടുതലൊരു കാലത്ത് മുസ്ലിങ്ങളെ പച്ചർച്ച് തിന്നിരുന്നൊരു വ്യക്തിയാണ് ഇപ്പം. ഈ അലി അക്ബർ. ഒറ്റയടിക്ക് കാള വെറ്റൂന്ന് കേട്ടപ്പോഴത്തേന് കയറെടുത്തു. അലി അക്ബറായി നിന്ന സമയത്ത് സംഖ്യകൾ എടുത്ത് തലയിലേറ്റി. അയാൾക്ക് സംവിധായകനാണ്, ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ പിടിച്ചാനും കൊടുത്തു. പുയ മുതൽ പുയ വരെ കണ്ടീന് ഞങ്ങൾ. അത് OTT തിയേറ്ററും ആർക്കും വേണ്ടാതെ ആയിട്ട് ആ സാധനം എടുത്ത് കളഞ്ഞു. കൂടെ എന്ത് ചെയ്തു? സംഖ്യകളെ ഒന്നുകൂടിയാണ് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അലി അക്ബർ എന്ത് ചെയ്തു?
രാമസിംഹമായി. എങ്ങനെ ഓലെ വിചാരിച്ചത് എന്താ, രാമസിംഹത്തിനെ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൂജിച്ച് നല്ല തമ്പ്രാനായിട്ട് കൊണ്ടുപോയി വാഴിച്ചെന്നാണ് വിചാരിച്ചത്. കാരണം സംഘികളെ പറ്റിച്ചിട്ട് പൈസയും പിരിവിട്ടിട്ട് സിനിമയുടെ പേരും പറഞ്ഞ് ജീവിച്ചെന്ന് നല്ല സുഖമായിരുന്നു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുമ്പോൾ. ആ ഓനൊരു പൊട്ടത്തരം കാട്ടിയതാ. ഒറ്റയടിക്ക് ഞാൻ മുസ്ലിമിൽ നിന്ന് ഒഴിവായി, ഞാൻ ഹിന്ദു ആണെന്നും പറഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോയിട്ട് ഓന് ഹിന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചെയ്തോടുകൂടെ എന്ത് ചെയ്തു, സംഘികൾക്ക് മനസ്സിലായി ഇനി ഇവനെ താങ്ങേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇങ്ങോട്ട് വന്നു, ഇനി അങ്ങോട്ട് എന്തായാലും പോകില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ്റെ അധപ്പതനം തുടങ്ങിയത്. നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ ഒരു ഹിന്ദു ആയിട്ട് ഈ രാമസിംഹമായിട്ട് കൊണ്ട് വന്നതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഒഴിവാക്കി. അതിൻ്റെ ഏറ്റവും മുന്നത്തെ വണ്ടിയിൽ ഒഴിവാക്കണ വണ്ടിയിലാണ് സംഘികൾ കയറിപ്പോയത്. ആദ്യം ഓല ഒഴിവാക്കി, എന്നിട്ടാണ് ഒഴിവാക്കി. ഇവർ പണ്ടേ ഹിന്ദു മുസ്ലിമും പണ്ടേ ഒഴിവാക്കിയിരുന്നു. പക്ഷെ ആ പേര് മാറ്റുന്നത്, അലി അക്ബർ എന്നുള്ള പേര് മാറ്റുന്നവരെ സംഘികളുണ്ടായിരുന്നു. സംഘികൾ കൊണ്ട് ഒഴിവാക്കിയോടുകൂടെ എന്ത് ചെയ്തു അറിയോ, പണി മൊത്തമാണ് പാളി. ഇപ്പം ഇരുന്ന് കരച്ചിലും പറിച്ചില്ല. എൻ്റെ ജീവിതം പോയി, എൻ്റെ ലൈഫ് പോയി, ഞാൻ അങ്ങനെ കുടുങ്ങി ഇങ്ങനെ കുടുങ്ങി, അങ്ങനത്തെ നാറ്റത്ത് പെട്ടു, വരുമാനം നിന്നു, പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതേമാതിരി ഇതാണ് നമ്മൾ അബ്ദുള്ള കുട്ടി ഇല്ലേ, അബ്ദുള്ള കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുള്ളൂ. മിസ്റ്റർ പിണറായി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നില്ലേ. ആ ആവേശമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ പടുത്ത് പുറത്താക്കും. അങ്ങനത്തെ ആയിരിക്കണു. കാരണം എന്താ പറയുക, ഗേറ്റുമൊക്കെ കെട്ടിയിട്ട ഒരു പട്ടിയുടെ വില പോലും ആ ചെങ്ങായിക്ക് ആ പാർട്ടിയിലില്ല. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എത്ര വരെ പോകുന്നുള്ളത് നോക്കാം. ഓ ഇനി പോയാൽ എങ്ങോട്ടാ പോവുക? ഏതെങ്കിലും പാർട്ടി ഉണ്ടോ ഇനി എനിക്ക് പോകാൻ? ഇല്ല. അപ്പോൾ ഇതേ ഗതികേട് തന്നെയാണ് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് മതം വിറ്റ് ജീവിക്കുന്ന എല്ലാവരുടെയും അനുഭവം. അതൊക്കെ ഒന്ന് എടുത്ത് ആ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമുള്ളൂ. പൊന്നാര ജസ്ന. അപ്പോൾ നബിദിനത്തിന് എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് കരയും പറയുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമല്ല. ഏത് സമുദായത്തിലാണ് ജീവിക്കണമെന്നുള്ളതിന് ഒരുറപ്പ് അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും വേണം. അത് നിനക്കില്ല. കാരണം എന്താ, നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ഇവരത് അവിടെയും അവരത് ഇവിടെയും പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനും ഇതിനും മൂർച്ച കൂട്ടി കൊടുക്കുക. പക്ഷേ ഇത് സത്യങ്ങളെല്ലാവരും മനസ്സിലായ സ്ഥിതിക്ക് എൻ്റെ ആ കച്ചവടം കൂട്ടി. ഇപ്പം എന്തായി, ഇപ്പം എങ്ങനെ നബിദിനം അതേമാതിരി വല്ല ഓണാഘോഷം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്നെനിക്ക് എന്തെങ്കിലും ഇതുമാതിരി വന്നിട്ടൊന്ന് ഛർദ്ദിച്ചിട്ട് പോവാം മതത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എങ്ങനെ എന്നാലും മഹല്ലേര് ഇപ്പം ഇതെന്താ അറിയാഞ്ഞാവോ അല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ആളവിടെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ പോവുക. അറിയില്ല, കിറ്റൊന്നും കൊണ്ടേ കൊടുക്കും. ഈ കിറ്റ് കിട്ടാത്ത പരാതി വേണ്ട. ഒരു കിറ്റിൻ്റെ പേരും പറഞ്ഞിട്ടാ ഓളെ ഫോട്ടോയുടെ പരസ്യം ഇത്തിരിയും നീളത്തിലും വലുതാക്കിയിട്ട് ഓള് കൊടുക്കണേ. നിങ്ങൾക്ക് ആർക്കും സങ്കടം വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ കഥ കേട്ടാൽ നിങ്ങൾ മഴ കൊണ്ടാൽ പോലും നനയില്ലാന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. ചില ആളുകളുടെ സങ്കടം കേട്ടാൽ അറിയാതെ കണ്ണ് നനഞ്ഞു പോകുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് മഴ കൊണ്ടിട്ട് കൂടി നനഞ്ഞില്ലല്ലോ. അമ്മായിട്ട കഥയാണിത്. ശരി, ഓക്കെ, ബൈ.